താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം TV പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ കുറേ കൂടി സന്തോഷപ്രദമാക്കാനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കേറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഈ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിലെ ചിന്തകളും ചർച്ചകളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം ഇവിടെ ഒരുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിലേക്ക് വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യമായി നമുക്ക് സുപരിചിതനായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാറ് സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമാണ്. ഈ ചർച്ചയിലെ സ്ഥിരം സാന്നിധ്യമാണ്. ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നത് വർഗീസ് കുത്തൂരച്ചനെയാണ്. വർഗീസ് കുത്തൂരച്ചൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ പ്രശ്നങ്ങളിൽ ഏറെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന അച്ഛനാണ്. ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ മേരി റെജീന, കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ മേരി റെജീന മാഡത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അജപാലന കരുണയുടെ യുക്തി. പാപ്പ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കരുണ സഭയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. സഭ ഒരു ചുങ്കസ്ഥലമല്ല, അത് പിതാവിൻ്റെ ഭവനമാണ്. അവിടെ എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളോട് കൂടി തന്നെ സ്ഥലമുണ്ട്. കുടുംബജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ടെന്ന ആ ബോധ്യമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അവരോട് എങ്ങനെ കരുണയോടുകൂടെ നമ്മൾ ഇടപെടണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചകൾ പ്രധാനമായിട്ടും ഒരുക്കിയിരിക്കുന്നത്. അജപാലന കരുണയുടെ യുക്തിയെക്കുറിച്ച് ഉള്ള ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ, അതായത് ഒരു മാമോദീസ സ്വീകരിച്ച് സഭയിൽ അംഗമായി തീർന്ന ഓരോ വ്യക്തികളും, അതായത് വിവാഹമെന്ന കുദാശയ്ക്ക് സഭ കൽപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും. പക്ഷെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഡീവിയേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. വിവാഹ ജീവിതത്തിൻ്റെ മേഖലയിൽ സിവിൽ വിവാഹങ്ങൾ, അല്ലെങ്കിൽ മിശ്ര വിവാഹങ്ങൾ, ഒരുമിച്ചുള്ള വിവാഹം കഴിക്കാതെ തന്നെ ഒരുമിച്ച് താമസിക്കൽ, പിന്നെ ഡൈവേഴ്സുകളൊക്കെ നേരെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ വേറെ സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഈ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെയൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്ത ഇതാണ്, നിയമം എന്ത് പറയുന്നു, അതേസമയം ഇങ്ങനെയുള്ളവരോട് സഭയുടെ സമീപനം എന്തായിരിക്കണം. ഇതെനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ ആരംഭം മുതലേ ഉള്ളൊരു സംഘർഷമാണ് വാസ്തവത്തിൽ ഇത്. നിയമവും കരുണയും. നിയമം അനുഷ്ഠിക്കുമ്പോൾ കരുണ മാറ്റി നിർത്തണം, കരുണ കാണിക്കുമ്പോൾ നിയമത്തെ മാറ്റി നിർത്തണം. നിയമം രണ്ടും ആവശ്യമാണ്. നമുക്കറിയാം, നിയമവും ആവശ്യമാണ്, കരുണയും ആവശ്യമാണ്. നിയമം സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. ഒറ്റപ്പെട്ട് കഴിയുന്നവനല്ലല്ലോ. കുറേ പേര് ഒരുമിച്ച് വസിക്കുമ്പോൾ നിയമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ക്രമം ജീവിതത്തിന്, സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിനുണ്ടാകുള്ളൂ. അതേസമയം തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ചില വ്യതിചലനങ്ങളിൽ കഴിയുന്നവർ, അവരെ എങ്ങനെയാണ് നമ്മൾ കൂടെ നിർത്താനും സഹായിക്കാനും സഭ കരുണയുടെ ഒരു മുഖത്തോടു കൂടെ അവരെ സമീപിക്കാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ സഭ എത്തിച്ചേരേണ്ട ഇടം കരുണയായിരിക്കണം. നിയമങ്ങളിലൂടെ പോലും കരുണയുടെ പൂർത്തീകരണത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുക എന്നുള്ളതാണ്
എപ്പോഴും യേശു ആഗ്രഹിച്ചിരുന്നത്, സഭ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛാ ഇതൊരു അങ്ങനെ ജീവിക്കാൻ ഒരു പ്രോത്സാഹനമല്ല അല്ലേ? നമ്മൾ ഒരിക്കലും അങ്ങനെ അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും ഇപ്പൊ റോഡ് റൂൾസ് മുതൽ അത് അനുസരിക്കണം എന്ന് തന്നെയാണ് അനുശാസിക്കുന്നത്. ഇപ്പൊ ഹെൽമെറ്റ് വച്ച് പോകാത്ത കുട്ടികളെ വിളിച്ച് പോലീസ് ഇപ്പൊ ഉപദേശിച്ച് ഇമ്പോസിഷനൊക്കെ എഴുതിപ്പിച്ച് അത് അവരുടെ കരുണയാണ്. കാരണം നാളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനവും മാർഗവും ഒരു പ്രചോദനം കൂടിയാണ്. ഈ വ്യതിചലനം ഒരു മാതൃകയല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുകയല്ല ശരി, അല്ലേ? അതെ അതെ അതെ. ആ യുവജനങ്ങളോട് പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഈ ഒരു ചർച്ച കാണുന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. നിയമം തന്നെയാണ്. അത് സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും അച്ഛൻ വളരെ ശരിയായിട്ട് പറഞ്ഞതുപോലെ അത് സമൂഹത്തിൻ്റെ എല്ലാവരും കൂട്ടിച്ചേർന്നുള്ള ഒരു വളർച്ചയ്ക്ക്, ഇല്ലെങ്കിൽ കൂട്ടിയിടിക്കുമല്ലോ, വണ്ടികൾ കൂട്ടിയിടിച്ച് ആപത്തുണ്ടാവും എന്നുള്ള നിയമം തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിലോ എന്തെങ്കിലും പോയാൽ നമ്മള് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ഉപമ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം അവരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഈശോ അവിടെ ആ നിയമത്തിനപ്പുറത്ത് ആ സ്ത്രീയോട് കരുണ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിലെ ഈ സമയത്ത് നമുക്കത് പാപിനിയായ സ്ത്രീയുടെ ഉപമ യഹൂദനും ക്രിസ്തുമതവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസമാണ്. യഹൂദമതം വള്ളി പുള്ളി നിയമം അനുസരിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മകൻ ഒരു കേസിൽ പെട്ടാൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അവൻ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ അവൻ അർഹനാണ്. അതേസമയം എൻ്റെ മകൻ എന്നുള്ള നിലയിൽ അവനെ പൂർണ്ണതയിലേക്ക് നയിക്കേണ്ടത് എൻ്റെ കടമയാകയാൽ അങ്ങനെ തെറ്റ് ചെയ്താലും അവനെ പിന്തുടർന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ അവനെ പിന്തുടർന്ന് അവനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പിതൃസഹജമായ സ്നേഹം. ഇതിൻ്റെ ഫ്യൂഷനാണ്. അപ്പോൾ നിയമത്തിൻ്റെയും കരുണയുടെയും വിവേചിച്ചറിഞ്ഞിട്ടുള്ള ഒരു സങ്കലനമാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സുവിശേഷം. അപ്പോൾ എങ്ങനെ അത്തരമൊരു അനേക സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കേസിൽ മിശ്രവിവാഹിതയായ ഒരു യുവാവിനോടും യുവതിയോടും സഭ പെരുമാറേണ്ടത് എങ്ങനെയാണ്? അവൻ നിയമം ലംഘിച്ചിരിക്കുകയാണ്. അപ്പം നാം ഒരു യഹൂദൻ്റെ അവസ്ഥയിലേക്ക് തരം താഴ്ന്നാൽ നമുക്കൊരു സർക്കാർ ഓഫീസറുടെ പണിയുള്ളൂ. എന്താണ് സർക്കാർ ഓഫീസിലെ പണി? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഇവൻ ശരിയോ തെറ്റോ വേറെ ഒന്നുമില്ല, അവനെ പുറത്താക്കുക. പക്ഷെ മാർപ്പാപ്പ പറയുന്നുണ്ട്, ചുങ്കസ്ഥലത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനല്ല സഭ. മാർപ്പാപ്പയുടെ കൃത്യവാചകമാണ്. അപ്പോൾ അവനോട് എങ്ങനെ സമീപിക്കണം? അപ്പോൾ അജപാലന കരുണ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകമായിട്ട് വൈദികരോടാണ് സഭ പറയണത്. പക്ഷേ വൈദികർക്ക് തന്നെ ഇത് നടപ്പിലാക്കാനും പറ്റില്ല. ഒരു ഉദാഹരണം, ഞാനൊരു ബിഷപ്പ് എൻ്റെ പള്ളിയിൽ വന്ന് പ്രസംഗം പറഞ്ഞത് എൻ്റെ സുഹൃത്ത് അത് കേട്ടിട്ട് എന്നോട് പറഞ്ഞതാണ്. ആ പ്രസംഗം എങ്ങനെയാണ്? ഒരു വേശ്യയായിട്ട് ജീവിച്ചിരുന്ന സ്ത്രീ അതിന് മാനസാന്തരമൊക്കെ വന്ന് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇവരുടെ ഇടവകയിലുള്ള ഒരു കോളനിയിൽ താമസിക്കാൻ വന്നു. ആ താമസിക്കാൻ വന്നപ്പോൾ അവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും പറഞ്ഞു, ഈ പെണ്ണ് ഇവിടെ താമസിച്ചാൽ അത് നാശമാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും പള്ളിയുടെ കീഴിലുള്ള ഒരു കോളനിയിൽ ഈ പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കരുത്. അപ്പോൾ ഈ വികാരിയച്ഛൻ എന്ത് ചെയ്യണം? അപ്പോൾ വികാരിയച്ഛൻ ആ പെണ്ണിനെ അനുകൂലിച്ചാൽ നാട്ടുകാരൊക്കെ പറയും അച്ഛൻ ആ പെണ്ണായിട്ട് ബന്ധമുണ്ടെന്ന്. വികാരിയച്ഛൻ അത് ചെയ്തില്ലെങ്കിൽ അതേ ആളുകൾ തന്നെ പറയും വെറുതെ ബൈബിൾ പ്രസംഗിക്കണമല്ലോ, അതൊന്നും പ്രവർത്തിക്കാൻ അറിഞ്ഞുകൂടാ അല്ലേന്നും പറയും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ വികാരിയച്ഛൻ പറയാണ്, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പറഞ്ഞു, കർത്താവെ ഞാൻ തോറ്റു, എനിക്ക് ഈ ജനത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റത്തെ ദിവസം കാലത്ത് എണീറ്റപ്പോൾ അച്ഛൻ പറയാണ്, ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും ധനാഢ്യനും പ്രമുഖനായ മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്തായാലും സാരില്ല, ആ പെണ്ണവിടെ താമസിച്ചോട്ടെ എന്ന്.
അവിടെയാണ് നിയമങ്ങളൊക്കെ എത്തി നിൽക്കേണ്ട ഒരു ഇടമാണ് ഇടാണ് ആ കരുണ. ഇവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സംവിധാനം പോലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു പഞ്ചായത്ത് എടുക്കുക, അവിടുത്തെ സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ കൃത്യം നിയമം നോക്കുക. പക്ഷെ അപ്പുറത്തിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിനെ, ജനപ്രതിനിധിനെ ഈ സമൂഹം തെരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് എങ്ങനെ അത്തരം സിറ്റുവേഷനിൽ നിയമത്തിനെ കരുണയോടുകൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാർപ്പാപ്പയ്ക്ക് അവരുപദേശിക്കാൻ പറ്റില്ല, പക്ഷെ മാർപ്പാപ്പ വൈദികർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റിയവർക്ക് മാത്രം കരുണ കാണിക്കുകയും അല്ലാതിരിക്കുന്നവർക്ക് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു തോന്നൽ ഇടവകയിലുള്ള അംഗങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ ചെയ്യണം. സംഭവങ്ങളും അതാണ് മാഷെ. പണക്കാർക്ക് ചെയ്തു കൊടുത്തു, പാവങ്ങൾ വരുമ്പോ അതേ പ്രശ്നമായി വരുമ്പോൾ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടുന്ന് തള്ളി ബാംഗ്ലൂർക്ക് പോകാൻ വിടുന്നു, ഈ വരുമ്പോ. പക്ഷെ അങ്ങനെ അല്ല, സഭയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അവർ കഴിയുന്നത്ര ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതും അവരുടെ നിന്ന് കുറച്ച് എഗ്രിമെൻ്റ് ഒക്കെ സ്വീകരിച്ച്, എന്നിട്ട് അവർ അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന വികാരി അച്ഛൻ്റെയോ മെത്രാൻ്റെയോ കുഴപ്പമല്ല. പ്രശ്നത്തിലാണ് അല്പ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരുടെ ആ കഥ അല്ലെങ്കിൽ സംഭവം പെട്ടെന്ന് ലോകറിയും. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തത് ചിലപ്പോൾ എല്ലാവരും അറിയണമെന്നില്ല, വിധിക്കുകയാണ് മറിച്ചാണ് അല്ലാതെ. ഇതിലെ പ്രശ്നം സാറേ കിടക്കണത്, ജനങ്ങള് കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ വന്നിട്ട് കാട്ടിൽ താമസിച്ച പറഞ്ഞു, ഇവൻ ഈ വീഞ്ഞൊന്നും കുടിക്കാണ്ട് നടക്കണ ഒരു നാണം കെട്ടവൻ. കർത്താവ് വന്നിട്ട് ഭക്ഷണത്തിലിരുന്ന് വീഞ്ഞ് കുടിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ എന്നിട്ടൊരു കള്ളുകൂടിയനാ. അപ്പം മാർക്കറ്റിൽ ചന്തസ്ഥലത്തിരിക്കുന്ന പിള്ളേരെ പോലെയാണ് പല ആൾക്കാരും. ഇതിൻ്റെ പിന്നിൽ എപ്പോഴും സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ച് സംഭവങ്ങളെ കാണുകയും വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം മനുഷ്യനുണ്ട്. അത് പതുക്കെ സമൂഹത്തിലേക്കും കടന്നു വരികയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഈ സത്യം എന്ന് പറയുന്നതില്ലേ, സത്യത്തിന് ഇപ്പോൾ വിലയില്ലാതായി. അതിൻ്റെ അഭിപ്രായങ്ങൾക്ക് മാത്രം എന്തായി വിലയുള്ളൂ. ഇപ്പോൾ ആൾക്കാർ വളരെ, ഇപ്പോൾ യേശു പറയാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പുച്ഛത്തോടെയാണ് കാണുന്നത്, എന്തിട്ട് സത്യം. ആൾക്കാർക്ക് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം അന്തിമമായി വിജയിക്കും, സത്യമേവ ജയതേ എന്നൊക്കെ വിട്ടിട്ട് അഭിപ്രായങ്ങൾ വിജയിക്കും, അഭിപ്രായങ്ങളാണ് സത്യം എന്നുള്ള ഒരു കുറേ ആൾക്കാർ പറയുന്നു, അതാണ് ശരിയെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ്, സഭയ്ക്ക് നിയമങ്ങൾ ഒന്ന് തന്നെ ഉള്ളൂ, അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ ഒപ്പം നടക്കുകയും അതിൽ പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് മാത്രമല്ല അജപാലന ദൗത്യം. ഇപ്പം നമ്മുടെ രൂപതയിൽ തന്നെ അങ്ങനത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല ജീവിതം നയിക്കുന്ന ദമ്പതികളുടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യണം എന്നാണ് പിതാവും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാപ്പ അത് പറയുന്നുണ്ട്, സങ്കീർണ സാഹചര്യങ്ങളിലുള്ള വിശ്വാസികളെ തങ്ങളുടെ അജപാലകരോട് അല്ലെങ്കിൽ ജീവിതം കർത്താവിന് സമർപ്പിച്ച അൽമായരോട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ സഭ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, നമ്മുടെ എല്ലാ രൂപതകളിലും ഉണ്ട്. പക്ഷെ ഇത് അറിയാതെയാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും മാഷ് പറഞ്ഞ പോലെ അഭിപ്രായ പ്രകടനം നടത്തുകയും അതിന് വലിയ പബ്ലിസിറ്റി പോവുകയും ഒക്കെ ചിലപ്പോൾ ഇത്രയും ഉണ്ടാകുന്ന അവിടെ ഇവിടെയും ചുരുക്കം ചില അച്ഛന്മാരാകാം, ചില അൽമായ പ്രമുഖരാകാം, അല്ലെങ്കിൽ അവര് നിയമത്തിന്റെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഭൂരിപക്ഷം പേരും നിയമത്തോടൊപ്പം തന്നെ കുറേയും കൂടിയും പ്രാധാന്യം കൊടുത്ത് കരുണയുടെ മുഖമാണ് കാണിക്കണേ. അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. എത്ര തെറ്റ് ചെയ്താലും മാഷ് പറഞ്ഞ പോലെ അച്ഛാ, എൻ്റെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്ത് ചെയ്താലും കൊലപാതകം ചെയ്ത അല്ല, നമ്മുടെ ഒരു ശിക്ഷാ നിയമം തന്നെ അങ്ങനെയാണല്ലോ. ജയിലെന്ന് പറയുന്ന അവനെ പൂട്ടിയിടുകയല്ല, അവൻ്റെ റിഫർമേഷൻ്റെ ഒരു സ്ഥലമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. ഈ ആദ്യത്തെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് സഭയുടെ ജീവിതത്തിൽ കരുണ സഭയുടെ ജീവിതത്തിന് അടിസ്ഥാനമാണെന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് ഏവരെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. നമുക്ക് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സഭയുടെ ചില നിലപാടുകൾ മനുഷ്യരെ പലപ്പോഴും കുഴയ്ക്കുന്ന നിലപാടുകളുണ്ട് എന്ന് ജനം പറയുന്നു. കരുണയേക്കാൾ സ്നേഹത്തേക്കാൾ കൂടുതലായി നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാടെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്ന്, ഞാൻ സെമിനാരിയിൽ വൈദിക വസ്ത്രം സ്വീകരിച്ച ആദ്യ നാളുകളിൽ നടന്നൊരു സംഭവമാണ്. അന്ന് സെമിനാരിക്കാർക്ക് പൊതുവെ 2 പേരൊന്നിച്ച് നടക്കാൻ പോകാൻ പാടുള്ളൂ. പക്ഷേ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയിൽ ഞാൻ തനിച്ച് പോകേണ്ട ഒരു സാഹചര്യം വന്നു. കൂടെ വരാൻ സമ്മതിച്ചിരുന്ന ചെമ്മാച്ചന് അസുഖം വന്നതിനാൽ ഞാൻ തനിച്ചാണ് ആ വീട് സന്ദർശനം നടത്തിയത്. പോയി ചെന്ന വീടാണെങ്കിൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷം വീടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഒരു ഹിന്ദു കുടുംബമാണ് എന്നൊക്കെ. ഞാനവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും സൈഡും എല്ലാം ഓലയാണ്. ആ ഓല മേഞ്ഞിട്ട് തന്നെ വർഷങ്ങൾ പിന്നിട്ടതുകൊണ്ട് ഓരോ സൈഡിലൂടെയും വീടിൻ്റെ അകം കാണാമായിരുന്നു. 3 കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തിരുന്നിരുന്നു. 2 പെൺകുട്ടികൾ ഇരിക്കുന്നു, ഒരു ആൺകുട്ടി, അത് 6 മാസം പ്രായമുള്ള ആൺകുട്ടി അവിടെ നിലത്ത് കിടക്കുന്നു. ഞാൻ പതുക്കെ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന സ്വീറ്റ്സ് എടുത്ത് അവർക്ക് കാണിച്ച് മിഠായി വേണോ എന്ന് പറഞ്ഞവരെ ഒരുപക്ഷെ ഞാൻ അകത്തേക്ക് ഒരു സ്ഥലം പിടിച്ചു. അകത്തിരുന്ന് അവരോട് കുറേ നേരം സംസാരിച്ച അവസരത്തിൽ ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു. അച്ഛൻ അതും ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പണിക്ക് പോയിരിക്കുകയാണ്. അമ്മ വരുന്ന സമയം അന്വേഷിച്ചപ്പോൾ അമ്മ ഏകദേശം ഒരു ഉച്ചതിരിഞ്ഞ് 5:30-6 മണിക്ക് എത്തും എന്നറിഞ്ഞു. ഞാൻ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ അന്ന് ഭാഗ്യവശാൽ അമ്മ ഒരു 4:30-5 മണിക്ക് സ്ഥലത്തെത്തി. ഞാൻ അമ്മയുമായിട്ട് സംസാരിക്കാൻ കുറേ ആഗ്രഹിച്ചു. പക്ഷേ അവരെന്തുകൊണ്ടോ എൻ്റെ നീണ്ട ഉടുപ്പും സംവിധാനങ്ങളും കണ്ടതിൽ നിന്നും മാറി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ സാവധാനത്തിൽ അവർ എൻ്റെ സംസാരത്തിലൂടെ ചേർന്നു. അവർ പറഞ്ഞു, ഈ ലോകം മുഴുവനും ഞങ്ങളെ പിച്ചി ചീന്തുന്ന ഒരവസ്ഥയാണ്. എൻ്റെ ഭർത്താവ് വരുത്തി വെച്ച കടം, ആ ബാധ്യതകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധികം വൈകാതെ ഞാനും കുഞ്ഞുങ്ങളും മരിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതാണ് അവരുടെ കണ്ടുപിടുത്തം. ഞാൻ അവരോട് പറഞ്ഞു, മരിക്കുന്നത് ഒരിക്കലും ഒരു പ്രതിവിധിയല്ല, ജീവിക്കാൻ ശ്രമിക്കലാണ് വെല്ലുവിളി, അതുകൊണ്ട് അത് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ അടുത്ത വ്യാഴാഴ്ച ഇങ്ങോട്ട് വരാം. പിറ്റേ വ്യാഴാഴ്ച അതും ഞാൻ സെമിനാരി പ്രൊഫസറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരു പക്ഷേ പറയുകയാണെങ്കിൽ വളരെ കരുണയുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ഞങ്ങൾ 2 പേരും കൂടി പിറ്റേ വ്യാഴാഴ്ച അതേ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അച്ഛൻ, അവർക്ക് അന്നുണ്ടായിരുന്ന കടബാധ്യത 1500 രൂപയാണ്. ഇന്നത്തെ ഏകദേശം ഒരു 10-20,000 രൂപ. പക്ഷേ അച്ഛൻ ആ സംഖ്യ പോക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അവിടെ വന്ന് ആ സംഖ്യ അവർക്ക്, ആ സ്ത്രീയുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടം ആദ്യം തീർക്കുക. കടം തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാമല്ലോ, നിങ്ങളെ ആരും ശല്യപ്പെടുത്താൻ വരില്ല, പിന്നെ നിങ്ങളുടെ വീടും സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ കുടുംബത്തിൻ്റെ ബാധ്യതകൾ മുഴുവനും അച്ഛൻ വളരെ നല്ല മനസ്സോടി ഏറ്റെടുത്തു. അങ്ങനെ ആ പിറ്റേ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ വന്ന് അതിൻ്റെ പണികളൊക്കെ നടത്തി ആ കുടുംബത്തെ ഞങ്ങൾ ദത്തെടുത്തു. ആ ദത്തെടുത്ത കുടുംബത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അന്ന് മുതലുണ്ടായ വലിയൊരു സൗഹൃദം, അവർ ഇന്നും വളരെ നല്ലവരായിട്ട്, എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മാമോദിസ മുങ്ങാതെ ജീവിക്കുന്ന ഒരു ക്രൈസ്തവ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു നല്ല കുടുംബമുണ്ട്. നമ്മൾ പലപ്പോഴും നിയമങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് സ്നേഹത്തെ വളച്ചൊടിക്കുകയോ നിയമത്തിന് വേണ്ടി പല സ്നേഹമൂല്യങ്ങളും നഷ്ടപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഇന്ന് ധ്വംസിക്കപ്പെടുന്നത് സഭയുടെ നല്ല മുഖം ഇല്ലാതാവുകയാണ്. സഭയുടെ നല്ല മുഖമാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തെ എന്നെ സ്പർശിച്ച ഒരു അനുഭവം, ഞാൻ ആദ്യമായി വികാരിയച്ഛനായി തീർന്ന ആ വർഷത്തിൽ ഞാൻ നടത്തിയിരുന്ന ഒരു പള്ളി, ഇരിക്കുന്ന പള്ളിയും നടത്തിയിരുന്ന ഒരു പള്ളിയുണ്ട്. നടത്തിയിരുന്ന പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയ അവസരത്തിൽ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന് ആവശ്യപ്പെട്ടു, അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തു പോയി. പക്ഷേ ആ തെറ്റിൻ്റെ കുറ്റഭാരം അല്ലെങ്കിൽ പാപബോധം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്.
എനിക്ക് മുമ്പുണ്ടായിരുന്ന വികാരിച്ചിൻ്റെ അടുത്തും ഇതേ ആവശ്യം അവൻ ഉണർത്തിച്ചിരുന്നു. പക്ഷേ അച്ഛൻ എന്തുകൊണ്ടോ അവൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. അച്ഛൻ നിയമങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ ചെയ്ത തെറ്റിന് നീ തന്നെ അനുഭവിക്കണം എന്നുള്ള നിലപാടാണ് അച്ഛൻ എടുത്തത്. പക്ഷേ ഞാൻ അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാനൊരു ഹൈന്ദവ യുവതിയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നന്നായി ഞാൻ എൻ്റെ ജീവിതം നയിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ സാഹചര്യം കൊണ്ട് അതേ ഓഫീസിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ട ഒരു അവസരമുണ്ടായി. അത് ഞാൻ എൻ്റെ വികാരിച്ചനായിട്ട് സംസാരിച്ചു, അച്ഛന് മുമ്പുള്ള അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ ഒരു കാരണവശാലും ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിലാണ് എത്തിയത്. അച്ഛനെ എന്നെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനന്ന് അവൻ്റെ ഈ സങ്കടത്തോടു കൂടിയുള്ള സംസാരം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. സഭയുടെ നിലപാട് എന്തായിരിക്കണം? ആ നിലപാട് എപ്പോഴും ഇങ്ങനെയുള്ളവരോട് അല്പം കരുണയുള്ളൊരു നിലപാട് ആവശ്യമല്ലേ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ അന്നത്തെ അഭിമന്യ പിതാവിനെ പോയി കണ്ടു. അഭിമന്യ പിതാവ്, കുണ്ടുകുളം പിതാവ്, അദ്ദേഹം വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു. എൻ്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഇടവകയിൽ ഞാൻ നടത്തുന്ന പള്ളിയിൽ ഇങ്ങനൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവന് വന്ന തെറ്റിനെക്കുറിച്ച് വലിയ മനസ്താപമുണ്ട്. അവൻ ചെയ്ത് തെറ്റായി എന്നവൻ പൂർണ്ണബോധത്തോടെ വിശ്വസിക്കുന്നു. പക്ഷേ എങ്ങനെ നമുക്ക് അവനെ സ്വീകരിക്കാൻ സാധിക്കും? പിതാവാകട്ടെ വളരെ കരുണയോടുകൂടി തന്നെ അവനോട് പെരുമാറണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. പിതാവിനോട് പറഞ്ഞു, ആ പയ്യനെയും കൂട്ടി, ആ ചെറുപ്പക്കാരനെയും, അവൻ കല്യാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടിയെയും കൂട്ടി അച്ഛനൊരു ദിവസം വരണം എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പിതാവിനെ കാണാൻ ചെന്നു. പിതാവ് വേണ്ട എല്ലാ സംവിധാനങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ഈ കുഞ്ഞിനെ ആദ്യം നമസ്കാരം പഠിപ്പിക്കലും ഒരുക്കലും, അങ്ങനെ അവൾക്ക് എല്ലാ കൂദാശകളും, ആ പ്രാഥമിക കൂദാശകളെല്ലാം കൊടുത്ത് അവളെ കുമ്പസാരിപ്പിച്ച് ഒരുക്കി അവൾക്ക് വിവാഹം അനുവദിച്ചു കൊടുക്കാൻ, അതും ഒരു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അവളുടെ വിവാഹം അനുവദിച്ചു കൊടുക്കാൻ തന്നെ പിതാവ് എൻ്റെ കയ്യിൽ കൽപ്പന എഴുതി തന്നു. അങ്ങനെ ഞാൻ അവർക്ക് അവിടെ മഠവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്ത് അവരുടെ വിവാഹവും നടത്തിക്കൊടുത്ത് അവരെ വളരെ സ്നേഹത്തോടുകൂടി സഭയിലേക്ക് സ്വീകരിച്ച് പറഞ്ഞയച്ചു. ആ കുടുംബം ഇന്നും വളരെയേറെ ക്രൈസ്തവ ചൈതന്യത്തോടുകൂടി ജീവിക്കുന്നു. മറ്റ് പല കത്തോലിക്ക കുടുംബങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ട് അവർ കത്തോലിക്ക വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ധന്യമായി ജീവിക്കുന്നു. നമ്മൾ സഭ എപ്പോഴും കരുണയുടെ മുഖമാണ് ലോകത്തിന് സമ്മാനിക്കേണ്ടത്. മറ്റ് നമ്മൾ നിയമത്തിൻ്റെ മുഖം അധികം പ്രദർശിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നാൽ പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകും. ആ കരുണയുടെ ഒരു നല്ല മുഖം സമ്മാനിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നല്ല ഈശോ നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നിയമത്തിൽ നിന്ന് കരുണയിലേക്കുള്ള ഒരു യാത്രയൊക്കെ എങ്ങനെയായിരിക്കണം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾ, അവരോടുള്ള സഭയുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാകാം. അതായത് മിശ്രവിവാഹം, ഒരു കല്യാണം കഴിച്ചിട്ട് വേറൊരു ഇതിലേക്ക് പോകുന്നത്, പള്ളിയിൽ തന്നെ വരാതെ ഒരുമിച്ച് ജീവിക്കുന്നത്, ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പം നിങ്ങൾ എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെന്ന് കരുതുക. സാറ് വലിയ തത്വമൊന്നും പറയണ്ട. സാറിൻ്റെ വീട്ടിലെ മകൻ മിശ്രവിവാഹത്തിന് അല്ലെങ്കിൽ വേറെ കോഹബിറ്റേഷന് ഇത് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിലപാട് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം തരും? കാരണം എനിക്ക് പൊതുജനത്തോടൊരു ഉപദേശവും വീട്ടിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. വളരെ സത്യസന്ധമായിട്ട് പറയുന്നു, ഞാൻ നഖശികാന്തം എതിർക്കും എന്ന് പറഞ്ഞാൽ അവനോട് ഞാൻ പറയും ആ കാര്യം തെറ്റാണ്. കാരണം മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് മിശ്രവിവാഹം കഴിച്ചാൽ ഇതാണെന്ന്. അപ്പോൾ തെറ്റിനെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ട് അവൻ എന്നെ അനുസരിക്കണമെന്ന് എന്തില്ലേ? നിർബന്ധമില്ല. ഇതുകൊണ്ട് സാർ പറഞ്ഞപ്പോഴേ ഞാൻ ജസ്റ്റ് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ആദ്യത്തെ സാർ കൃത്യമായിട്ട് പറയാണ് അത് തെറ്റാണ്. ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുന്നത് അത് തെറ്റാണെന്ന് പോലും പറയാൻ മടിച്ചിട്ട് അതിപ്പോ അങ്ങനെയാണ് ജനറലൈസ് ചെയ്യുന്നൊരു അവസ്ഥ പാടില്ല. തെറ്റാണ്. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. എനിക്ക് എന്തില്ല, താല്പര്യമില്ല. പക്ഷെ അവൻ ശാഠ്യം പിടിച്ച് ഞാൻ ആ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് അവന് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മകനാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു എന്തെന്ന്, ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം പോലെ അപ്പന് എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ അവിടെയാണ് എൻ്റെ കരുണ. ഞാൻ കാത്തിരിക്കണം അവന് വേണ്ടിയിട്ട്. എന്ത്? അപ്പോൾ അവനെ തൽക്കാലം
സഭാപരമായിട്ട് എന്ത് സാധ്യതകളാണ് ഉള്ളതെന്ന് അന്വേഷിച്ച് അവനെ അതിനെ അനുവദിക്കുകയും വർഷങ്ങളോളം ഞങ്ങൾ അനുഭവിക്കുന്ന വിവാഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തില്ല. കാരണം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മരിച്ചാൽ പോലും ഞാൻ എൻ്റെ ഭാര്യനെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് എന്നെ സഹായിക്കണത്. അതായത് എൻ്റെ ഭാര്യ എന്നെ കുത്തി കൊന്നാൽ പോലും ഞാൻ അവളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ്. അതിനുള്ള ശക്തി തരുന്നത് സാക്രമെന്റിലൂടെയാണ്. അപ്പോൾ അത് അവനെ ആ പൂർണ്ണത അവൻ എത്തുന്നത് വരെ ഞാൻ അവനോട് കൂടെ കാത്തിരിക്കുകയും അവന് വേണ്ടി പിന്തുടരുകയും ചെയ്യണം. അതിനുള്ളൊരു സാഹചര്യം കത്തോലിക്ക സഭ ഒരുക്കി തന്നിട്ടുണ്ട്. അതങ്ങനെ ചെയ്യണം. അങ്ങനെ അത് വിവേചിച്ചറിഞ്ഞ് അവൻ്റെ ദൗർബല്യതയിൽ ഒരപ്പൻ ചെയ്യുന്ന പോലെ കാത്തിരുന്ന് വിവാഹ കൂദാശയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു സ്റ്റെപ്പായിട്ട് അവനെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സഭ പറയണത് മിശ്രവിവാഹങ്ങളെ കൂദാശികമായിട്ട് ആശീർവദിക്കുന്നില്ലെങ്കിലും എന്ത് ചെയ്യണം, അവർക്ക് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സാഹചര്യം മിക്സഡ് മാരേജ് പോലെ മിക്സഡ് മാരേജിന് അനുവദിച്ചു കൊടുക്കണം. ആ സാധ്യതയാണ് പല രൂപതകളിലും ചെയ്യുന്നുണ്ട്. ചില രൂപതകള് അവിടുത്തെ സാമൂഹിക സംവിധാനങ്ങളോ സാംസ്കാരിക അവസ്ഥകൾ പരിഗണിച്ച് ചിലപ്പോൾ അത് അനുവദിക്കാതെ പോകുന്നുണ്ടാകാം. കാരണം ജനങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് വേണമെന്ന്, ഒരു അപ്പൻ്റെ മാത്രം വികാരമല്ല. അപ്പൊ ഇങ്ങനെ എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു പോയാലും എത്രയോ അവസരങ്ങളിൽ നമ്മുടെ മക്കള് തെറ്റ് ചെയ്യാം. മറ്റുള്ളവരുടെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ അറിയണില്ല എന്തെന്ന്. ഇതൊക്കെ എൻ്റെ വീട്ടിൽ അച്ഛന്മാരുടെ അടുക്കൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് എപ്പോഴും വരുന്നൊരു കാര്യമാണ് ഇടവകകളിലെ ഈ മിക്സഡ് മാരേജ് പ്രത്യേകിച്ച്. അപ്പം മാതാപിതാക്കൾക്ക്, ട്രഡീഷണൽ ആയിട്ടുള്ള മാതാപിതാക്കൾക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരൊരിക്കലും അത് അനുവദിക്കുന്നില്ല. പക്ഷെ അതേസമയം തന്നെ മകനെയോ മകളെയോ തീർത്തും തള്ളിക്കളയാനായിട്ട് അവർക്ക് ആകുന്നുമില്ല. കാരണം അതിൻ്റെ ഒരു മനസ്സ് അവർക്ക് അവരുടെ സ്വന്തം മോനാണ്, സ്വന്തം മോളാണ്. അവിടെയാണ് സഭയും വളരെ കരുതലോടെ പ്രാർത്ഥനാപൂർവം എങ്ങനെയാണ് അവരെ ചേർത്ത് നിർത്താനായിട്ട് സാധിക്കേണ്ടത്. ചില പേരൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് വിട്ടേക്കുക, അതൊരിക്കലും ഒരു സൊല്യൂഷൻ അല്ലല്ലോ. ഏതൊക്കെ രീതികളിലാണ്. അപ്പം എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാർ ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അവൻ മിക്സഡ് മാരേജിലാണ്, സിവിൽ ഇത് കഴിച്ചു, മിക്സഡ് മാരേജ് അല്ല സിവിൽ മാരേജ് കഴിച്ചു. വീട്ടുകാർ പറഞ്ഞൊരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, പള്ളിയിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്നത് നീ നടത്തിയാൽ ഞങ്ങൾ കയറ്റാൻ തയ്യാറാണ്. അപ്പോൾ മിക്സഡ് മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്പൻ അവരെ ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ അതേസമയം അപ്പൻ്റെ ഒരു വിശ്വാസവും അപ്പൻ്റെ ബോധ്യങ്ങളും ഇവരെക്കുറിച്ച് നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ചില ചിന്തകളും പൂർണ്ണമായി ഉൾച്ചേർക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്നിടത്തോളം എന്നുള്ളതാണ് അത് പറയണത് പോലും അവന്റെ ഒരു പൂർണ്ണതയിലേക്ക് അവനെ നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൻ ക്ഷമയോടെ മറ്റ് സാഹചര്യങ്ങൾ ഇതിപ്പം നമ്മളൊരു മിക്സഡ് മാരേജിന് എനിക്കൊന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് സെക്കൻഡ് മാരേജ് കഴിച്ചവരൊക്കെ എനിക്കൊന്ന് മാർപ്പാപ്പ തന്നെ പറയുന്ന ഈ കൂദാശകളിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും മറ്റ് ഇടവകയിലെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവർക്ക് പങ്കെടുക്കാം, അങ്ങനെയല്ലേ അച്ഛാ? അതായത് ഇപ്പോൾ വിവാഹമോചനം നടത്തി നമ്മളിപ്പോൾ ചെയ്യുന്നത് അവനെ ടോട്ടലി അകറ്റിക്കളയാണ്. മാർപ്പാപ്പ പറയണത് ഈ കൂദാശ സ്വീകരിക്കുന്നത് ഒരു ക്ലൈമാക്സ് ആണ്, അതൊഴിച്ചുള്ള ബാക്കി കാര്യങ്ങളിലൊക്കെ അവരെ കൊണ്ടുവരിക, അവനെ പങ്കാളിയാക്കുക. അവൻ പള്ളിയിൽ വരട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് പ്രവർത്തനം സഹായിക്കട്ടെ, അതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക. അവസാനം അവൻ കൾമിനേഷനിലേക്ക് പരിശുദ്ധാത്മാവ് അവനെ നയിക്കും. നന്നാക്കണത് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വിധിക്കാൻ പാടില്ലല്ലോ. അന്തിമ വിധി എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലില്ലത് തന്നെയാണ്. നമ്മുടെ ഈ ചർച്ചയുടെ സമാപന ഭാഗത്തേക്ക് വരികയാണ്. പാപ്പ അതിൽ പറയുന്നുണ്ട്, സമൂഹത്തിൻ്റെ ഏറ്റവും അകന്ന അരികുകളിൽ ജീവിക്കുന്നവരിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ ചർച്ചകൾ സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്നവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് കരുണ കാണിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതായി ആകണം. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുക, സഭ ഒരു ചുങ്കസ്ഥലമല്ല, ഒരു ഗവൺമെൻറ് ഓഫീസിൽ നടക്കേണ്ടത് പോലെയല്ല, പക്ഷേ അത് പിതാവിൻ്റെ ഭവനമാണ്. അവിടെ എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങളോട് കൂടി തന്നെ സ്ഥലമുണ്ട്. ഈ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ധാരാളം കുടുംബങ്ങളെ നമ്മൾ മുന്നിൽ കാണുന്നു. കുടുംബങ്ങളിൽ ഇതുപോലെ മിശ്രവിവാഹം, മറ്റ് വിവാഹത്തിൻ്റെ വ്യതിചലനങ്ങളിൽ ജീവിക്കുന്ന മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ ഈ ചർച്ചകൾ കാണുന്നുണ്ട്. നിങ്ങളോടൊക്കെ ഈ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയം നമ്മൾ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് കരുണയോടുകൂടെ കാത്തിരിക്കാൻ, പ്രാർത്ഥനയോടുകൂടെ അവരെ കാത്തിരിക്കാൻ, വിവാഹത്തിൻ്റെ പൂർണ്ണതയിൽ അവരെ എത്തിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം, നമുക്ക് അവരുടെ കരുണ കാണിക്കാം. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ എല്ലാവർക്കും അവരെ പ്രശ്നങ്ങളോട് കൂടെ തന്നെ സ്ഥലമുണ്ട് എന്ന ഈ ചിന്തകൾ നമ്മളെ കൂടുതൽ ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബങ്ങൾ ഏറെ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വരാൻ ഈ ചർച്ചകൾ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ദൈവം എല്ലാവരെയും സ്നേഹപൂർവ്വം അനുഗ്രഹിക്കട്ടെ. പുലരി മഞ്ഞിൽ മുങ്ങി നിൽക്കും സ്നേഹതാഴ്വാരം, ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം.